ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2014 റിലീസായ ദ 100 ഫുഡ് ജേർണി എന്ന ഒരു ഇംഗ്ലീഷ് കഥയാണ് കേട്ടോ. പക്ഷെ ഈ ഒരു ഇംഗ്ലീഷ് ചിത്രത്തിന് നമ്മുടെ ഇന്ത്യയുമായി വളരെ അടുത്ത ബന്ധമാണുള്ളത്. വീഡിയോയിലേക്ക് കടന്നാലോ? അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായകനായ ഹസനെ കാണിച്ചുകൊണ്ടാണ്. ഹസൻ ഇന്ത്യയിലെ വളരെ തിരക്കേറിയ ഒരു മാർക്കറ്റില് അവന്റെ അമ്മയുടെ കൂടെ ഷോപ്പിങ്ങിന് വന്നിരിക്കുകയാണ്. മുംബൈയിൽ താമസമാക്കിയിരിക്കുന്ന മുസ്ലിം കൊങ്കണി കഥം വിഭാഗത്തിൽപ്പെട്ട ഒരു ഫാമിലിയാണ് ഹസന്റേത്. അവരവിടെ ഒരു റെസ്റ്റോറന്റ് നടത്തുന്നു. ഹസന്റെ അമ്മയും അച്ഛനാണല്ലോ ആ റെസ്റ്റോറന്റ് കൈകാര്യം ചെയ്യുന്നത്. അമ്മയാണ് അവിടുത്തെ പ്രധാന ഷെഫ്. കുട്ടിക്കാലം മുതലേ അപാര ടേസ്റ്റ് ബഡ്സ് ഉള്ള, പെട്ടെന്ന് എല്ലാ രുചിയും തിരിച്ചറിഞ്ഞ് ഫുഡ് വളരെ ഇഷ്ടപ്പെടുന്ന, ലൈഫിന്റെ ഒരു ഭാഗമായി മാറിയിരിക്കുന്ന ഹസന് തീർച്ചയായും വളർന്ന് വലുതാകും തോറും കുക്കിങ്ങുമായും ആ റെസ്റ്റോറന്റുമായും ഒക്കെ അടുത്ത ബന്ധം തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അമ്മ എപ്പോഴും കുക്കിങ്ങിന്റെ പാഠങ്ങൾ ഹസനെ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. അമ്മയുടെ സീക്രട്ട് റെസിപ്പിയും അവന് കൈമാറിയിരുന്നു. അമ്മ ഇല്ലാത്ത ഒരു നാൾ ഈ ഒരു റെസ്റ്റോറന്റ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഇവിടുത്തെ പ്രധാന ഷെഫായി നിൽക്കേണ്ടത് ഹസനാണെന്ന് എപ്പോഴും അമ്മ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ ഫാമിലിയുടെ കൂടെ റെസ്റ്റോറന്റിന്റെ കാര്യങ്ങൾ നോക്കി ഹസൻ വളരെ ഹാപ്പിയായി ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു കാലത്താണ് ആ നാട്ടിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വലിയൊരു കലാപം ഉണ്ടാവുകയും അതിൽ വലിയ ആക്രമണങ്ങൾ ആ ഒരു ഭാഗത്തെല്ലാം നടക്കുന്നതിന്റെ ഭാഗമായി ഇവരുടെ റെസ്റ്റോറന്റിനും ഇവരുടെ കുടുംബത്തിനും നേരെയൊക്കെ അറ്റാക്ക് വരുമ്പോൾ ആക്രമികൾ തീയിടുന്ന റെസ്റ്റോറന്റിൽ ജീവനോടെ തന്റെ അമ്മ വെന്ത് മരിക്കുമ്പോൾ ഹസന് നിസ്സഹായനായി പോവേണ്ടി വരുന്നുണ്ട്. അങ്ങനെ അച്ഛനും ഹസനും അവന്റെ സഹോദരങ്ങൾക്കും അവിടെ നിന്ന് രക്ഷപ്പെട്ട് പലായനം ചെയ്യേണ്ടി വരുന്നുണ്ട്. അവർ അങ്ങനെ ഇന്ത്യയിൽ നിൽക്കാൻ സാധിക്കാതെ എത്തിപ്പെടുന്നത് ലണ്ടനിലാണ്. അവിടെയും അവരുടെ ജീവിതം അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തത് ഒരു റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടായിരുന്നു. എയർപോർട്ടിന് അടുത്തായുള്ള ഒരു സ്ഥലത്ത് വളരെ വില കുറച്ച് അവർക്ക് ഒരു സ്ഥലം കിട്ടുന്നു. അവിടെ ചെറിയൊരു റെസ്റ്റോറന്റ് ഒക്കെ അവർ സെറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. കാരണം അവരുടെ കോൺഫിഡൻസ് തന്നെ അവർക്ക് മനോഹരമായി കുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഇന്ത്യൻ ഫുഡിലാണ്. വിദേശത്ത് ഇതുപോലെ ഇന്ത്യൻ ഫുഡ് ലഭിക്കുന്ന റെസ്റ്റോറന്റ് അന്ന് കുറവായതുകൊണ്ടും ഇവർ അത്യാവശ്യം വില കുറച്ച് ഫുഡ് കൊടുക്കുന്നത് കൊണ്ടും ക്വാളിറ്റിയിലൊന്നും കോംപ്രമൈസ് ഇല്ലാത്തത് കൊണ്ടും നിറയെ കസ്റ്റമേഴ്സ് എത്തുമെന്ന് അവർ പ്രതീക്ഷിച്ചെങ്കിലും അവിടെ ഒരു ചതി നടക്കുന്നു. ഇവർക്ക് ഈ സ്ഥലം വളരെ വില കുറച്ചാണ് കിട്ടിയതെന്ന് ഞാൻ പറഞ്ഞില്ല. എയർപോർട്ടിന് അടുത്തായതുകൊണ്ട് തന്നെ വിമാനം ഭയങ്കരമായി താഴ്ന്നു പറക്കുന്ന കുറച്ച് അപകടം പിടിച്ച ഒരു ഭാഗമായിരുന്നു അത്. ഒപ്പം ഭയങ്കര ശബ്ദവും ബുദ്ധിമുട്ടുകളും ഒക്കെയാണ്. അതുകൊണ്ടാണ് ഇവർക്ക് ആ സ്ഥലം വില കുറച്ച് കിട്ടിയതും അതേ കാരണം കൊണ്ട് അവിടെ കസ്റ്റമേഴ്സ് ഒന്നും അങ്ങനെ ഫുഡ് കഴിക്കാൻ എത്താതാവുകയും ചെയ്യുന്നു. നല്ലൊരു ആംബിയൻസ് അവിടെ ഇല്ല. തുടർന്ന് അതെല്ലാം പൂട്ടിക്കെട്ടി അവർക്ക് ലണ്ടനെ വിട്ട് പിന്നെ ഫ്രാൻസിലേക്ക് പോകേണ്ടി വരുന്നുണ്ട്. ഇങ്ങനെ ഒരു പലായനം വീണ്ടും തീരുമാനിക്കുന്നത് അച്ഛനാണ്. ഹസൻ ആദ്യം താല്പര്യം ഉണ്ടായിരുന്നില്ലെങ്കിലും അച്ഛൻ നിർബന്ധിച്ച് തന്റെ ഫാമിലിയുമായി ലണ്ടൻ വിട്ട് ഫ്രാൻസിലേക്ക് പോകുന്നു. അങ്ങനെ അവരുടെ ഒരു പഴയ വണ്ടിയിലെ യാത്രക്കിടയിൽ ഒരു മലഞ്ചെരുവിന്റെ അവിടെ എത്തുമ്പോൾ വണ്ടിയുടെ ബ്രേക്ക് നഷ്ടപ്പെട്ട് എല്ലാവരും മരണത്തെ മുഖാമുഖം കാണുന്നുണ്ട്. പക്ഷേ ഭാഗ്യവശാൽ വലിയ അപകടം ഇല്ലാതെ സൈഡിൽ ഒരു കുന്നിലേക്ക് വണ്ടി ഇടിച്ചു നിർത്താനായി അച്ഛന് സാധിക്കുന്നുണ്ട്. അച്ഛനെ അബു എന്നാണ് മക്കൾ വിളിക്കുന്നത്. അതുകൊണ്ട് നമുക്കും ആ രീതിയിൽ തന്നെ വിളിക്കാം. എല്ലാവരും വളരെ പാനിക് ആയതുകൊണ്ട് വണ്ടിക്ക് പുറത്തിറങ്ങി ഇനിയിപ്പോ ഈ വണ്ടി നന്നാക്കണമല്ലോ, എങ്ങനെ ഇനി മുന്നോട്ട് പോകുന്നൊക്കെ ആലോചിച്ച് നിൽക്കാണ്. നേരം ഇരുട്ടാറായിരിക്കുന്നു. ഇവിടെയാണെങ്കിൽ ഇവർക്ക് പരിചയക്കാരും ഒന്നും തന്നെ ഇല്ല. അങ്ങനെ ടെൻഷനായി നിൽക്കുമ്പോഴാണ് ആ ഒരു ഏരിയയിലെ താമസക്കാരിയായ മാർഗ്രേറ്റ് എന്ന പെൺകുട്ടി അങ്ങോട്ടേക്ക് എത്തുന്നത്. മാർഗ്രേറ്റ് ഇവരെ കണ്ട് കാര്യം തിരക്കുമ്പോൾ അവർ നടന്ന സംഭവങ്ങൾ പറയുന്നു. തുടർന്ന് തന്റെ വീട്ടിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോകുന്ന മാർഗ്രേറ്റ് അവർക്ക് അന്ന് രാത്രി കഴിക്കാനുള്ള ഫുഡൊക്കെ കുക്ക് ചെയ്ത് കൊടുത്ത് സംസാരിക്കുന്ന സമയത്താണ് അവിടെ അടുത്തുള്ള ഒരു സോൾ പ്ലേച്ചിയർ എന്ന ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. അവിടുത്തെ ഒരു പ്രധാന ഷെഫാണ് മാർഗ്രേറ്റ് എന്ന കാര്യം മനസ്സിലാവുന്നത്. കൂടാതെ അവളുടെ സഹായത്തോടു കൂടി തന്നെ അവർ അടുത്തുള്ള ഒരു ലോഡ്ജിൽ അന്ന് താമസിക്കാനുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നു. വണ്ടി റെഡിയാക്കിയാലേ ഇനി അവർക്ക് ഫ്രാൻസിലേക്ക് പുറപ്പെടാൻ സാധിക്കും. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ ഉറക്കമുണരുന്ന അബുവും ഹസനും കൂടി രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങുകയാണ്. മനോഹരമായ ഒരു കൊച്ചു ഗ്രാമമായിരുന്നു അത്. നല്ല രസമുണ്ട് കാണാൻ, നല്ല ആംബിയൻസും കാര്യങ്ങളും. അങ്ങനെ അതൊക്കെ കണ്ട് നടക്കുന്ന സമയത്താണ് പൂട്ടിക്കെട്ടിയ ഒരു വലിയ റെസ്റ്റോറന്റ് ബിൽഡിംഗ് അവർ കാണുന്നത്. ഓൾറെഡി റെസ്റ്റോറന്റിന്റെ ബിസിനസ് നടത്തി നല്ല പരിചയമുള്ളവർക്ക് അത് കാണുമ്പോഴേ മനസ്സിൽ ഒരു ലഡ്ഡു പൊട്ടുന്നു. തുടർന്ന് എന്താണ് അവിടെ എന്ന് നോക്കി കാണാനായി ആ പാഴടഞ്ഞു കിടക്കുന്ന സ്ഥലത്തിനകത്തേക്ക് അവർ പ്രവേശിക്കുന്നു. അത് കാണുന്ന മെലോറി എന്ന ലേഡി അവരോട് അവരാരാണ് എന്താണ് എന്നൊക്കെ വന്ന് തിരക്കാണ്. അനധികൃതമായി അവർ കടന്നു വന്നു എന്ന രീതിയിൽ അവർ സംസാരിക്കുമ്പോൾ അങ്ങനെയല്ല, ഞങ്ങളിത് കണ്ടിട്ട് എന്താണെന്നൊന്ന് നോക്കാനായിട്ട് വന്നതാണെന്നൊക്കെ പറഞ്ഞ് വരാനുണ്ടായ സാഹചര്യം ഹസനും അബുവും വിശദമാക്കുന്നു. അത് കേൾക്കുമ്പോൾ മെലോറിയുടെ മുഖഭാവം മാറുന്നുണ്ട്. കാരണം മെലോറി നമ്മൾ മുന്നേ കണ്ട മാർഗ്രേറ്റ് ഷെഫായിട്ടുള്ള ആ ഒരു റെസ്റ്റോറന്റ് നടത്തുന്ന ലേഡിയാണ്. അവരുടെ റെസ്റ്റോറന്റിൽ നിന്ന് അധികം ദൂരം അല്ലാതെയാണ് ഈ ഒരു ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പുതിയൊരു റെസ്റ്റോറന്റ് തുടങ്ങുക എന്നൊരു ആശയം മുന്നിൽ കണ്ടാണ് ഈ പാഴടഞ്ഞ ബിൽഡിംഗ് കണ്ട ഇവർ അകത്തേക്ക് കയറിയതെന്ന് അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും തനിക്കൊരു വലിയ കോമ്പറ്റീറ്റർ വരുന്നു എന്ന ഒരു ടെൻഷനിലാണ് മെലോറിക്ക് അത് ഇഷ്ടപ്പെടാതിരുന്നത്. അതെ, ഇവിടെ ഒരു റെസ്റ്റോറന്റ് ആക്കി മാറ്റാനായി
തുടങ്ങാനായി അബു ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിനോട് ഒട്ടും തന്നെ താല്പര്യം ഹസൻ ഉണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി ഒരു റെസ്റ്റോറന്റ് ഉണ്ടായിട്ട് പൂട്ടിപ്പോയ ഒരു സ്ഥലമാണത്. അപ്പൊ വീണ്ടും നമ്മൾ അവിടെ ഒരു റെസ്റ്റോറന്റ് തുടങ്ങുന്നത് റിസ്ക് ആണ്. ഇപ്പൊ തന്നെ മര്യാദയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ലണ്ടനിൽ താമസിച്ചുകൊണ്ടിരുന്നിടത്ത് നിന്ന് ഇങ്ങനെ യാത്ര പുറപ്പെട്ട് ഇപ്പൊ താമസിക്കാൻ ഒരു ഇടവും ഇല്ലാതെ എന്നാ എത്തേണ്ട സ്ഥലത്ത് എത്താനും സാധിക്കാതെ പേര് വഴിയിൽ നിൽക്കല്ലേ, ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു എന്ന മട്ടിലാണ് ഹസന്റെ നിൽപ്പ്. ഹസൻ ഈ ഒരു റെസ്റ്റോറന്റ് തുടങ്ങാനുള്ള ഐഡിയയും ഇപ്പൊ എതിർക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം കേൾക്കുന്നില്ല. അബു ആ ഒരു പൂട്ടിക്കെട്ടിയിരിക്കുന്ന ബിൽഡിങ്ങിന്റെ ഉടമയെ വിളിക്കുകയും അങ്ങനെ അവർ അത് കച്ചവടമാക്കി വാങ്ങുകയും ചെയ്യുന്നു. തുടർന്ന് അവിടെ അവർ റെനോവേഷൻ വർക്കൊക്കെ ചെയ്ത് മെയ്സൺ മുംബൈ എന്ന പേരിൽ ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെയുള്ള ജനങ്ങൾ ഇന്ത്യൻ ഫുഡ് അറിഞ്ഞിട്ടില്ലാത്തവരായതുകൊണ്ട് തന്നെ നല്ല സ്കോപ്പ് ഉണ്ടെന്നാണ് അബുവിന്റെ പ്രതീക്ഷ. പക്ഷെ റെസ്റ്റോറന്റിന്റെ ഓപ്പണിംഗ് ആയിട്ടില്ല. അവർ കാര്യങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് പോവാണ്. അങ്ങനെ എനിക്ക് ഒരു ദിവസം മാർക്കറ്റിലേക്ക് പോകുന്ന ഹസൻ അവിടെ വെച്ച് മാർഗ്രറ്റിനെ കാണുന്നു. അവരോട് സംസാരിക്കുന്ന സമയത്താണ് ആ നാട്ടിലെ മികച്ച റെസ്റ്റോറന്റുകൾക്ക് ഒരു അവാർഡ് കിട്ടാറുണ്ടെന്നും ആ അവാർഡ് കിട്ടുന്നത് റെസ്റ്റോറന്റുകളെ സംബന്ധിച്ച് ഭയങ്കര ഡ്രീം കം ട്രൂ മൊമെന്റ് ആണെന്നും ഹസൻ മനസ്സിലാക്കുന്നത്. മിഷലിൻ സ്റ്റാർ എന്നാണ് ആ അവാർഡിന്റെ പേര്. എന്തായാലും അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അതിന്റെ ഇടയിൽ ഇവിടെ ഇങ്ങനെ ഒരു റെസ്റ്റോറന്റ് വരുന്നതായിട്ട് മെലോറിക്കോ അവരുടെ ഹെഡ് ഷെഫായ ജീനോ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. മെലോറി നൈസായിട്ട് ഇവരുടെ മെനു എന്താണെന്നത് ഹസന്റെ അടുത്ത് നിന്ന് തന്നെ ചോദിച്ച് മനസ്സിലാക്കുന്നു. അവരുടെ റെസ്റ്റോറന്റിന്റെ പണി നടക്കുന്നിടത്ത് എപ്പോഴും ഒരു കണ്ണ് മെലോറിക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ അബുവിന് ഡൗട്ട് തോന്നിയിരുന്നെങ്കിലും നിഷ്കളങ്കനായ ഹസൻ മെനു ഒന്ന് കാണിക്കാനായി മെലോറി പറയുമ്പോൾ അതെടുത്ത് കാട്ടിക്കൊടുത്തു. ഹസൻ തടഞ്ഞിട്ടും കേട്ടില്ല. അങ്ങനെ അടുത്ത ദിവസം ഇവരുടെ റെസ്റ്റോറന്റിന്റെ ഓപ്പണിംഗ് ആണ്. വൈകുന്നേരമാണ് ഓപ്പണിംഗ് ഫംഗ്ഷൻ വെക്കുന്നത്. അപ്പോ രാവിലെ തന്നെ മാർക്കറ്റില് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ വാങ്ങാനായി പോകുമ്പോഴാണ് അവിടെ വലിയൊരു ചതി നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവരുടെ മെനു നോക്കി എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെച്ചിരുന്ന മെലോറി ഇവരുടെ ഫുഡ് ഉണ്ടാക്കാനായി വേണ്ട പ്രധാന ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, ഓരോ ഫുഡിനും ഓരോ അതിന്റെ ക്രൂഷ്യൽ ഇൻഗ്രീഡിയന്റ് കാണും, അതെല്ലാം തന്നെ മാർക്കറ്റിൽ നിന്ന് മുന്നേ തന്നെ വാങ്ങിച്ച് കാലിയാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് അവിടെ നിന്ന് അത് ലഭിക്കുന്നില്ല. ഇത് ചതിയാണ് എന്ന് മനസ്സിലാക്കുന്ന അബു വേഗം തന്നെ ഹസനെയും കൂട്ടി കുറച്ച് ദൂരെയുള്ള ഒരു മാർക്കറ്റിലേക്ക് പോയി അവർ വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന് കുക്കിംഗ് ആരംഭിക്കുന്നു. അങ്ങനെ ഡിഷ് എല്ലാം തയ്യാറാക്കി ഉറപ്പിച്ച ഒരു സമയത്ത് തന്നെ അവർ റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഒരു ഇന്ത്യൻ തീമിൽ തന്നെ റെസ്റ്റോറന്റ് അലങ്കരിച്ചാണ് റെസ്റ്റോറന്റിന്റെ ഓപ്പണിംഗ് നടത്തുന്നത്. കാത്തിരുന്നിട്ടും ഒരു കസ്റ്റമർ പോലും വരാതാകുമ്പോ അബു ഇന്ത്യൻ ഡ്രസ്സ് ധരിച്ച് മക്കളെ ഇന്ത്യൻ ഡ്രസ്സൊക്കെ ധരിപ്പിച്ച് റെസ്റ്റോറന്റിന്റെ മുന്നിൽ നിന്ന് കസ്റ്റമേഴ്സിനെ ആകർഷിക്കാനായി നോക്കുന്നുണ്ട്. ഇന്ത്യൻ കൾച്ചറിനെ പറ്റി അധികമൊന്നും അറിയാത്ത ആളുകൾ ഇത് കണ്ട് അട്രാക്റ്റഡ് ആയി പതിയെ റെസ്റ്റോറന്റിലേക്ക് കയറുന്നു. അങ്ങനെ ആദ്യം കുറച്ച് പേർ വന്നിരുന്ന റെസ്റ്റോറന്റ് പതിയെ ഫേമസ് ആവുകയും ഒരുപാട് തിരക്കാവുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തന്നെ ആ റെസ്റ്റോറന്റിന് തൊട്ടടുത്തായി മറ്റൊരു റെസ്റ്റോറന്റ് നടത്തുന്ന മെലോറിയെ ഭയങ്കരമായ അസൂയ പിടിപ്പിക്കുന്നുണ്ട്. പതിയെ ഇവരുടെ ഇന്ത്യൻ റെസ്റ്റോറന്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ മെലോറി കംപ്ലൈന്റ് ഒക്കെ കൊടുക്കുന്നു. പരാമർശിക്കുന്നത് അവർ ഇന്ത്യൻ പാട്ടുകൾ ഉച്ചത്തിൽ വെച്ച് നോയിസ് പൊല്യൂഷൻ നടത്തുന്നു എന്നാണ്. അങ്ങനെ അതിനെപ്പറ്റി മെലോറിയുടെ കംപ്ലൈന്റ് കിട്ടിയതിനെ തുടർന്ന് മേയർ അന്വേഷിക്കാമെന്ന് സമ്മതിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ മാർഗ്രറ്റിനെ ഇടയ്ക്ക് കാണുന്ന ഹസൻ തനിക്ക് ഫ്രഞ്ച് ഫുഡ് ഉണ്ടാക്കാനുള്ള താല്പര്യത്തെ പറ്റി അറിയിക്കുമ്പോൾ ഫ്രഞ്ച് ഫുഡിന്റെ കുക്കിംഗ് പഠിക്കണമെങ്കിൽ ബേസിക് ആയി ചില സോസുകളുടെ പ്രിപ്പറേഷൻ അറിഞ്ഞിരിക്കണമെന്ന് മാർഗ്രറ്റ് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അത് വെച്ച് അന്ന് രാത്രി കുക്കിംഗ് ബുക്കും പരിശോധിച്ച് ആ ഫ്രഞ്ച് സോസുകൾ തയ്യാറാക്കുകയാണ് ഹസൻ. അടുത്ത ദിവസം മാർഗ്രറ്റിനെ കാണാനായി പോകുമ്പോൾ ആ സോസുകളും അതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാനായി മീറ്റും കുക്ക് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അത് ടേസ്റ്റ് ചെയ്യുന്ന മാർഗ്രറ്റിന് വളരെയധികം ഇഷ്ടപ്പെടുന്നു. ഹസന്റെ ഉള്ളിലെ പുതിയ ഫുഡൊക്കെ പരീക്ഷിക്കാനായിട്ടുള്ള ആ ഒരു ഇൻട്രസ്റ്റും അവന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ടാലന്റും എല്ലാം മാർഗ്രറ്റ് തിരിച്ചറിയുന്നുണ്ട്. കാരണം ആദ്യമായി തന്നെ ആ ഒരു ഫ്രഞ്ച് സോസ് കുക്ക് ചെയ്തത് അത്ര ടേസ്റ്റ് ആയിട്ടായിരുന്നു. എന്തായാലും അതിനിടയിൽ പുഴയിൽ നിന്ന് ചൂണ്ടയിട്ട് വലിയൊരു മീനിനെ ഹസൻ പിടിക്കുന്നുണ്ട്. അതിനെ കുക്ക് ചെയ്ത വിഭവമാണ് അവരുടെ റെസ്റ്റോറന്റിലേക്ക് എത്തുന്ന മേയർക്ക് അബു നൽകുന്നത്. ആ രുചി മേയർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നു. നല്ലൊരു റെസ്റ്റോറന്റ് ആണിത്. വെറുതെ ഇത് പൂട്ടിക്കെട്ടാനായി മെലോറിയുടെ വാക്ക് കേട്ട് മേയർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു കാര്യം മേയർ അബുവിനോട് പറയുന്നുണ്ട്. നോയിസ് പൊല്യൂഷനെ പറ്റി കുറച്ച് കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം എന്നത്. അത് ശ്രദ്ധിക്കാമെന്ന് അബുവും സമ്മതിക്കുന്നുണ്ടെങ്കിലും മെലോറിയുമായിട്ടുള്ള ഒരു ശീതയുദ്ധത്തിൽ തന്നെയാണ് അബു. അതിന്റെ ഭാഗമായി അടുത്ത ദിവസം മെലോറിക്ക് വളരെ വലിയൊരു ചീഫ് ഗസ്റ്റ് റെസ്റ്റോറന്റിലേക്ക് എത്തുന്നുണ്ട്. അത് നാട്ടിലെ ഒരു മിനിസ്റ്റർ ആണ്. അദ്ദേഹത്തിന് വേണ്ടത് പ്രാവിറച്ചി കൊണ്ടുള്ള ഒരു ഡിഷാണ് എന്ന് മനസ്സിലാക്കുന്ന അബു തനിക്കിട്ട് ഏത് രീതിയിലാണോ റെസ്റ്റോറന്റ് ഓപ്പണിംഗിന്റെ അന്ന് മെലോറി പണി തരാനായി നോക്കിയത് അതേ പണി ഇപ്പോ തിരിച്ചു കൊടുക്കാനായി നോക്കുന്നുണ്ട്. അതായത് പ്രാവിറച്ചി എന്ന മാർക്കറ്റില് മെലോറിക്ക് ആവശ്യമുള്ള ദിവസം കിട്ടാത്ത രീതിയിൽ അതെല്ലാം അവർ വാങ്ങിച്ച് സ്റ്റോർ ചെയ്യുന്നു. അങ്ങനെ മെലോറി ആകെ പ്രശ്നത്തിലായിരിക്കാണ്. ഇതറിയുന്ന ഹസൻ അച്ഛനോട് എതിർക്കുന്നു. മറ്റൊരാളെ ഉപദ്രവിച്ചുകൊണ്ടാവരുത്, നമ്മൾ മുന്നോട്ട് പോവേണ്ടതെന്ന് അച്ഛനെ ഓർമ്മപ്പെടുത്തി ആ ഇറച്ചി കൊണ്ട് വേഗം അവർക്ക് വേണ്ട ഡിഷ് കുക്ക് ചെയ്ത് അത് മെലോറിക്ക് അവരുടെ റെസ്റ്റോറന്റിൽ കൊണ്ടുകൊടുത്ത് അച്ഛൻ ചെയ്ത തെറ്റിന് ഹസൻ മാപ്പ് പറയുന്നു. പക്ഷെ അത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന മെലോറി അത് കൊള്ളില്ല എന്ന് പറഞ്ഞ് ചവിട്ടുകുട്ടയിൽ എറിയുമ്പോൾ അത് ഹസനെ ഭയങ്കര സങ്കടത്തിലാക്കുന്നുണ്ട്. കാരണം വലിയ കാര്യത്തിൽ ഉണ്ടാക്കിയ ഒരു ഫുഡ് കൊള്ളില്ല എന്ന് പറഞ്ഞതാണ് അവനെ സങ്കടപ്പെടുത്തിയ കാര്യം. ഹസൻ ആ വിഷമത്തിൽ അവിടെ നിന്ന് പോകുമ്പോഴും മെലോറി ഒരു വല്ലാത്ത
നിൽപ്പ് നിൽക്കുന്നത് നമുക്ക് കാണാം. കാരണം യഥാർത്ഥത്തിൽ ആ ഫുഡ് വളരെ നന്നായിട്ടുണ്ടായിരുന്നെങ്കിലും റെസ്റ്റോറന്റിനോടുള്ള മത്സരം കൊണ്ടാണ് അവർക്ക് അത് കൊള്ളില്ല എന്ന് പറയേണ്ടി വന്നത്. അങ്ങനെ ഇരിക്കെ ഫ്രാൻസിന്റെ നാഷണൽ ഡേ എത്തുന്നുണ്ട്. ഇവരുള്ളത് ഫ്രാൻസിൽ തന്നെയാണ്, പക്ഷെ ഫ്രാൻസിന്റെ മെയിൻ ആ ഒരു ടൗണിലല്ല, മറിച്ച് അതിന്റെ ഒരു ബോർഡർ ഏരിയ ആണിത്. അവിടെ ആ ദിവസം ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ആക്രമണം നമ്മുടെ മെയ്സൺ മുംബൈ റെസ്റ്റോറന്റിന് നേരിടേണ്ടി വരുന്നു. ഫ്രാൻസുകാർക്ക് മാത്രമുള്ളതാണെന്ന മുദ്രാവാക്യങ്ങൾ അവരുടെ ചുവരിലൊക്കെ കറുത്ത പെയിന്റ് കൊണ്ട് എഴുതപ്പെടുകയും ആരൊക്കെയോ അവിടെ ആക്രമിക്കുകയും തീയിടാൻ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു കാഴ്ച മെലോറിയും കാണുന്നു. ഇവരോട് മെലോറിക്ക് ചില കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും ഇങ്ങനെ അവർ ആക്രമിക്കപ്പെടുന്നത് മെലോറിക്ക് ഇഷ്ടപ്പെടുന്നില്ല. പ്രത്യേകിച്ച് തന്റെ ഹെഡ് ഷെഫായ ജീനും കൂട്ടരുമാണ് ഇതിന് പിന്നിൽ. ജീൻ ചുമ്മാ ഇന്ത്യക്കാർക്ക് ഇവിടെ ഒരു കാര്യമില്ല, അവരിവിടെ നിന്ന് പോകണമെന്ന ആറ്റിറ്റ്യൂഡിൽ അവിടെ കിടന്ന് വർഗീയ ലഹള ഉണ്ടാക്കാനായി നോക്കുമ്പോൾ അത് ഇഷ്ടപ്പെടാതെ മെലോറി ജീനിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക പോലും ചെയ്യുന്നുണ്ട്. അവർക്കെതിരെ മുദ്രാവാക്യം എഴുതിയിരുന്ന ചുവരൊക്കെ മെലോറി അടുത്ത ദിവസം രാവിലെ പോയി കഴുകി കളയാനായി നോക്കുന്നുണ്ട്. പക്ഷെ അവരത് ചെയ്തു മാറും മുന്നേ ഹസൻ അവരെ കാണുന്നു. തങ്ങളെ സഹായിക്കാണ് അവർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്ന ഹസൻ അവരോട് അതിന്റെ പേരിൽ നന്ദി പറയുന്നു. ഒപ്പം താൻ ഓംലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്, കഴിക്കാൻ കൂടെ വരുന്നു എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ആ ക്ഷണം മെലോറി നിരസിക്കുന്നില്ല. പക്ഷെ ഹസന് കൈ വയ്യ. കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ ഹസന്റെ കൈക്ക് സാരമായി പൊള്ളലേറ്റിരുന്നു. അതുകൊണ്ട് കുക്ക് ചെയ്യാൻ വയ്യാത്ത ഹസന്റെ കിച്ചണിൽ ഹസൻ പറഞ്ഞു കൊടുത്ത റെസിപ്പികൾ ഫോളോ ചെയ്ത് മെലോറിയാണ് ഓംലേറ്റ് തയ്യാറാക്കുന്നത്. ഹസന്റെ ആ ഒരു ഡിഫറെന്റ് ആയ ഓംലേറ്റ് റെസിപ്പി മെലോറിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെടുന്നു. ടേസ്റ്റ് ചെയ്യുമ്പോൾ അപാരമായിട്ടുണ്ട് ഇത്തവണ. പക്ഷെ കള്ളം പറയാതെ മെലോറി തനിക്ക് ഫുഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഹസനോട് പറയുന്നു. ഒപ്പം അന്ന് ആ ഒരു പ്രാവൃച്ചി കൊണ്ടുണ്ടാക്കിയ ഫുഡും വളരെ നല്ലതായിരുന്നു എന്നും താൻ കള്ളം പറഞ്ഞതാണെന്നും പറയുന്നവർ ഫ്രഞ്ച് ഫുഡ് ക്യൂസൈൻ പഠിക്കാൻ ഹസന് ഭയങ്കര താല്പര്യമുണ്ടെന്ന് കണ്ട് തന്റെ റെസ്റ്റോറന്റിലേക്ക് ഹസനെ ക്ഷണിക്കുന്നു. ഹസന് ഇൻട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യം അബുവിനോട് സംസാരിക്കുമ്പോൾ അബുവിന് ഇഷ്ടപ്പെടുന്നില്ല. എന്റെ മകനെ എന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ നോക്കുകയാണെന്ന് വെച്ച് ഹസൻ മെലോറിയുടെ റെസ്റ്റോറന്റിലേക്ക് പോകുന്ന കാര്യത്തെപ്പറ്റി മെലോറിയോട് അബു തട്ടിക്കയറുമ്പോൾ അവന് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അവന് പഠിക്കാനായി ഞാൻ ഒരു അവസരം കൊടുക്കുന്നതാണെന്ന് ആദ്യം മെലോറി ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും പിന്നീട് അബുവിനെ നേരിട്ട് ചെന്ന് കണ്ട് വളരെ കാര്യമായി സംസാരിക്കുന്നു. ഇതുവരെ അവർക്കിടയിൽ നടന്ന എല്ലാ പിണക്കങ്ങളും മാറിയായിരുന്നു ആ ഒരു കോൺവെർസേഷൻ നടന്നത്. മിഷലിൻ സ്റ്റാർ എന്ന റെസ്റ്റോറന്റുകൾ കൊതിക്കുന്ന ആ ഒരു സ്റ്റാർ റേറ്റിംഗ് തന്റെ റെസ്റ്റോറന്റിന് കിട്ടാനായി തനിക്ക് ഹസനെ പോലെ വളരെ ടാലന്റഡ് ആയ ഒരാളെ വേണമെന്നും തനിക്ക് അവനെ ഇപ്പൊ കൂടെ തന്ന് ഹെൽപ്പ് ചെയ്യണമെന്നും അത് അവനും തനിക്കും എല്ലാവർക്കും ഒരുപാട് നല്ലൊരു കാര്യമാണെന്നും ഒക്കെ പറയുമ്പോൾ അദ്ദേഹം അതിന് സമ്മതിക്കുന്നു. അങ്ങനെ ഈ റെസ്റ്റോറന്റിലേക്ക് ഹസൻ വരുന്ന കാര്യം അറിയുന്ന മാർഗരറ്റിന് അത് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ജീൻ ഹെഡ് ഷെഫ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം ആ സ്ഥാനം തനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന മാർഗരറ്റ് ഇപ്പോൾ ഹസന്റെ വരവോടുകൂടി തനിക്കത് നഷ്ടപ്പെടുമോ എന്ന് പേടിക്കുന്നു. പക്ഷെ തനിക്ക് അങ്ങനെ അവളിൽ നിന്ന് ഒന്നും തട്ടിയെടുക്കാൻ ഉദ്ദേശമില്ല എന്ന് ഹസൻ പറയുന്നുണ്ടെങ്കിലും രണ്ടുപേർക്കും ഇടയിൽ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് കോമ്പറ്റീഷൻ അറിഞ്ഞോ അറിയാതെയോ നടക്കുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നു. അതിന്റെ ഇടയിൽ ആ ഒരു 5 സ്റ്റാർ റേറ്റിംഗിനായി ആളുകൾ എത്തുന്ന ദിവസം എത്തുന്നു. ഹസൻ തയ്യാറാക്കുന്ന ഡിഷാണ് മെയിനായി അവർ പ്രസന്റ് ചെയ്യുന്നത്. ഒരുപാട് ടെൻഷൻ അടിച്ച് ആകാംക്ഷയിൽ കാത്തിരുന്ന് ഒടുക്കം 5 സ്റ്റാർ റേറ്റിംഗ് ഇവർക്ക് ലഭിക്കുന്നു എന്നൊരു ഫോൺ കോൾ വരുന്ന സമയത്ത് മാർഗരറ്റ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നുണ്ട്. മാർഗരറ്റിനെ പോലെ തന്നെ ഇവർക്ക് ആ റേറ്റിംഗ് കിട്ടാനായി അത്രയും നേരം കൂടെ കാത്തിരുന്ന അബുവിനും ഒരുപാട് സന്തോഷമാവുന്നു. ഇത് തന്റെ മകന്റെ വിജയം കൂടിയായിട്ടാണ് അബു ഇപ്പൊ കണക്കാക്കുന്നത്. ഹസനും ഒരുപാട് ഹാപ്പി ആവുന്നു. അതോടുകൂടി ഹസൻ വേറെ ലെവൽ ആവുകയാണ്. കാരണം ഇത്രയും നാള് 5 സ്റ്റാർ റേറ്റിംഗിലെ ഒരു റേറ്റ് മാത്രമായിരുന്നു മെലോറിയുടെ റെസ്റ്റോറന്റിൽ ഉണ്ടായിരുന്നത്. ആ ഒരു കാര്യം കൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഹസൻ ഫേമസ് ആയത്. കാരണം ഇതിനു മുന്നുള്ള ഹെഡ് ഷെഫിനൊന്നും തന്നെ അത്തരം ഒരു റേറ്റിംഗ് ഇൻക്രീസ് പെട്ടെന്ന് ഈ റെസ്റ്റോറന്റിന് നൽകാനായി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഹസന് വലിയൊരു 5 സ്റ്റാർ റെസ്റ്റോറന്റിൽ നിന്ന് തന്നെ ഓഫർ വരുമ്പോൾ ഹസൻ അത് സ്വീകരിച്ച് പാരീസിലേക്ക് പോകുന്നു. തുടർന്ന് അവിടെ വെച്ച് വീണ്ടും ഹസൻ ഒരുപാട് പ്രശസ്തനാവുകയാണ്. ഹസനെ പറ്റി ആർട്ടിക്കിൾസ് പോലും വരാൻ തുടങ്ങുന്നു. അത്ര പ്രശസ്തിയിലേക്ക് ഹസന്റെ ലൈഫ് പോകുന്നുണ്ടെങ്കിലും പതിയെ പതിയെ തന്റെ ഫാമിലിയിൽ നിന്ന് ദൂരെ നിൽക്കുന്ന ഈ ഒരു ജീവിതമല്ല തനിക്ക് വേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ ഹസൻ നാട്ടിലേക്ക് പുറപ്പെടുന്നു. നാടെന്ന് പറഞ്ഞ നമ്മുടെ മെലോറിയുടെയും അബുവിന്റെയും ഒക്കെ അടുത്തേക്ക്. അപ്പോഴേക്കും മെലോറിയുടെയും അബുവിന്റെയും പിണക്കങ്ങളൊക്കെ പൂർണ്ണമായി മാറി അവരിപ്പോ ഒരേ മനസ്സോടെ ഒന്നിച്ച് റെസ്റ്റോറൻറ്റ്സ് നടത്തി മുന്നോട്ട് പോകുന്നവരാണ്. ഒന്ന് ഫ്രഞ്ച് ക്യുസൈനിലെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള റെസ്റ്റോറന്റും മറ്റേത് ഇന്ത്യൻ ക്യുസൈനും. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. തിരിച്ചെത്തുന്ന ഹസൻ നേരെ മാർഗരറ്റിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അവളെ പ്രപ്പോസ് ചെയ്യുന്നവൻ വിവാഹിതരാവാനുള്ള താല്പര്യം അറിയിക്കുമ്പോൾ ഒന്നും ആലോചിക്കാൻ മാർഗരറ്റിന് ഉണ്ടായിരുന്നില്ല. അവൾ സമ്മതം അറിയിക്കുന്നു. തുടർന്ന് അവർ പുതിയൊരു ഡിഷ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായി ചെറിയൊരു ഗ്യാദറിംഗ് നടത്തുകയാണ്. അതിൽ എല്ലാവരും തന്നെ പങ്കെടുക്കുന്നു. അവിടെ വെച്ച് ഹസൻ തിരിച്ച് ഇവിടെ തന്നെ നിന്ന് റെസ്റ്റോറന്റ് നോക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച് താൻ അതാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് അറിയിക്കുമ്പോൾ മെലോറി തന്റെ റെസ്റ്റോറന്റിന്റെ ഹെഡ് ഷെഫായി ഹസനെ നിയമിക്കാനും ഹസനും മാർഗരറ്റും കൂടി ചേർന്ന് ഇനി തന്റെ റെസ്റ്റോറന്റ് മുന്നോട്ട് കൊണ്ടുപോകും എന്ന പ്രഖ്യാപനം അവിടെ നടത്തുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഒരു സന്തോഷം ഇവിടെ പങ്കിട്ട് നിൽക്കുമ്പോഴാണ് ഹസൻ ഇപ്പൊ പാരീസില് ഹെഡ് ഷെഫായി നിന്നിരുന്ന ആ ഒരു റെസ്റ്റോറന്റിന് 3rd മിഷലിൻ സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചു എന്ന സന്തോഷ വാർത്ത ഹസന് ഫോൺ കോളിലൂടെ വരുന്നത്. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ തയ്യാറാക്കി വെച്ചിട്ടായിരുന്നു തന്റെ ഫാമിലിയെ കാണാൻ ഈ ഹസൻ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ തൊട്ടതെല്ലാം പൊന്നാക്കി തന്റെയും തന്റെ കൂടെയുള്ളവരുടെയും ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് രുചികൾ ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇനിയും ഒരുപാട് എത്തിക്കാനുണ്ടെന്ന ആ ഒരു തിരിച്ചറിവിൽ മുന്നോട്ട് പോകുന്ന ഹസനെയും കൂട്ടരെയും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു ഫുഡ് മൂവി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന്
പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.